നല്ല ചൂടുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും അത്യാവശ്യം വാഹനങ്ങളിൽ നല്ലോണം AC ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കാർ യൂസ് ചെയ്യുന്നത്, വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് ആൾക്കാരെങ്കിലും AC പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ സംഭവിച്ച് ബുദ്ധിമുട്ടുന്നവരും ഉണ്ടാവും. അപ്പം AC പല ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കൂളിംഗ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എങ്കിൽ, അതായത് ഇപ്പം കണ്ടൻസർ ഓക്കെയാണ്, നമ്മുടെ ഇവാപ്പറേറ്റർ ഓക്കെയാണ്, AC സിസ്റ്റത്തിൽ ഗ്യാസും ഉണ്ട്, നമ്മുടെ ബ്ലോവർ ഫാനൊക്കെ കറക്റ്റ് ഫങ്ഷനിങ് ആണ്, AC ഫിൽറ്റർ മാറി നോക്കി, ഇതെല്ലാ പരിപാടിയും ചെയ്തിട്ടും ക്യാബിനുള്ളിൽ കറക്റ്റ് തണുപ്പ് നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ വീഡിയോ കാണുക, എൻ്റെ വരെ കാണുക, ഒരു പക്ഷേ ചിലപ്പം ഉപകരിച്ചേക്കാം. കേരള മെക്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബോബി. അപ്പം നമുക്ക് ഇതുപോലൊരു സെനാറിയോ കിട്ടി. നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ്, നമ്മുടെ സുഹൃത്തും സബ്സ്ക്രൈബറുമായ നമ്മുടെ ഒരു കസ്റ്റമറും കൂടിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഈ സെയിം പ്രശ്നമായിരുന്നു. AC ഗ്യാസ് ഉണ്ട്, എങ്ങും ലീക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല, ഫിൽറ്ററൊക്കെ മാറി നോക്കിയതാണ്, പക്ഷേ ക്യാബിനുള്ളിൽ കറക്റ്റ് കൂളിംഗ് നിൽക്കത്തില്ല. പുറത്ത് നമ്മൾ AC പൈപ്സിലൊക്കെ പിടിച്ച് നോക്കുവാണെങ്കിൽ അവിടെ നല്ല തണുപ്പുണ്ട്, പക്ഷേ ക്യാബിനുള്ളിൽ തണുപ്പ് നിൽക്കത്തില്ല. അതേപോലെ ഈ ഫിൽറ്റർ മാറിയതിന് ശേഷം AC ഫ്ലോ കറക്റ്റ് വരുന്നില്ല. പിന്നെ അത്യാവശ്യം നമ്മൾ ഈ ഡീഫോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വിൻഷീൽഡിൽ ഫോഗ് പോകുന്നില്ല, അതായത് മിസ്റ്റ് പിടിച്ചിട്ട് അതങ്ങ് പോകുന്നില്ല. അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടുപേരും കാണുക, നിങ്ങൾക്കിത് നല്ല രീതി ഉപകരിക്കും. അപ്പം ഈ ഒരു വണ്ടി ഇതുപോലെ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഇവിടം വരെ ഓടിയെത്തിയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു ഇഷ്യൂ എന്നുള്ളത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത്. അപ്പോൾ ഈവൻ ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്കിപ്പം ഈ ഇടയ്ക്ക് ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പണയാനായിട്ട് സമയം കിട്ടിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതിലും കൂടി ഇങ്ങനത്തെ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ അടുത്തുള്ളത് മഹീന്ദ്ര വെറീറ്റോ D6 ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിന് വന്നേക്കുന്ന കൺട്രോൾസ് എല്ലാം, AC കൺട്രോൾസ് എല്ലാം ഇലക്ട്രോണിക് കൺട്രോളാണ്, അതായത് മോട്ടറൈസ്ഡ് ആണ്. നമ്മൾ സാധാരണ കേബിളും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംവിധാനമല്ല. ഈ കാണുന്ന പോലെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ AC ഓൺ ആക്കിയിട്ട് നമ്മൾ ഡയറക്ഷൻ സ്വിച്ച്, അതായത് AC നമ്മുടെ ഫേസിലേക്കും ലെഗിലേക്കും ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റിയിടാനുള്ള സ്വിച്ച്, ഡയറക്ഷൻ തിരിച്ചിടാനുള്ള സ്വിച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം നമ്മുടെ വിൻഷീൽഡിലേക്കായിരിക്കും കൂടുതലും എയർ വരുന്നത്. നമ്മൾ ഏതൊരു മോഡലിട്ടാലും വിൻഷീൽഡിലേക്കാണ് എയർ കൂടുതലും, ഫ്ലോ കൂടുതലും കിട്ടുന്നത്. ഈവൻ നമ്മളിപ്പം ഫുള്ളി ക്ലോസ് ചെയ്ത് നമുക്ക് ഫേസിലേക്ക് മാത്രമുള്ളൊരു മോഡ് സെലക്ട് ചെയ്താൽ പോലും കൂടുതൽ ഫ്ലോയും വിൻഷീൽഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ഈ ഡയറക്ഷൻ സ്വിച്ചിൽ നമുക്ക് ഡയറക്ഷൻ കാണാം മാറുന്നുണ്ടെന്നുള്ളത്, പക്ഷേ റിയലി ആ ഒരു AC സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഷട്ടേഴ്സ് പ്രവർത്തിക്കുന്നില്ല. ഈ കാണുന്ന പോലെ നമ്മുടെ ഈ ഫേസിലേക്ക് വരേണ്ട ഷട്ടറാണിത്, ഇത് കറക്റ്റ് ഓപ്പൺ ആവത്തില്ല, പാർഷ്യലി മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ. അങ്ങനെ വരുമ്പം ഗ്ലാസ്സിൽ മിസ്റ്റ് കൂടുതൽ അടിക്കുകയും ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ വന്നേക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ്, എന്ത് കമ്പോണൻ്റാണ് ഇതിന് കേട് വന്നേക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ വണ്ടിയുടെ AC കൂളിംഗ് തീരെ കുറയും. അതായത് പലയിടത്തുനിന്നും കൂളിംഗ് എസ്കേപ്പ് ആയി പോകുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ക്യാബിൻ പ്രോപ്പറായിട്ട് തണുക്കത്തില്ല. ഇതിനകത്ത് മെയിൻലി ഈ കാണുന്ന ഈ പ്ലാസ്റ്റിക്സിൻ്റെ ഗിയറാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറുകൾക്ക് കാലപ്പഴക്കം വന്ന് തേയ്മാനം വന്നിട്ട് അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാണ്ട് വരികയാണ് ചെയ്യുന്നത്. ഗിയർ തമ്മിൽ തെറ്റിപ്പോവും, ടീത്തുകൾ തമ്മിൽ തെറ്റിപ്പോവുകയും അത് സ്റ്റക്ക് ആവുകയൊക്കെ ചെയ്യും. അതേപോലെ ഈ ഗിയർ ഫിക്സ് ചെയ്തേക്കുന്ന ഏരിയയിൽ ആ സർഫസ്, ആ ഒരു ഏരിയ ചിലപ്പം ഓവലായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പ്ലേ കൂടിയിട്ട് കറക്റ്റ് ആ ഒരു ആംഗിളിൽ അത് തിരിയാണ്ട് വരും. അപ്പോൾ നമുക്കിതുപോലെ ഈ കാണുന്ന ഇതിൻ്റെ കിറ്റ് ഫുള്ള് അവൈലബിൾ ആണ്. ഈ കിറ്റ് നമ്മൾ പുതിയ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് കസ്റ്റമർ തന്നെ പ്രൊവൈഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ കിറ്റ് നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് AC വരുമ്പം കസ്റ്റമർ പലയിടങ്ങളിലും വണ്ടി കാണിച്ചിരുന്നു. അപ്പം പലരും ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്തിരുന്നത് HVAC യൂണിറ്റ് കംപ്ലീറ്റ് മാറാണ്ട് ഇത് യാതൊരുവിധ നടപടിയും ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെയാണ് ഈ വണ്ടി നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ ഈ സംഭവം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ഈ വണ്ടികൾക്ക് ഉള്ളിൽ ഡാഷ്ബോർഡിൽ വരുന്ന ഫ്രെയിമും, അതേപോലെ നമ്മുടെ ബ്രേക്ക് ബട്ടൻ്റെ ഒക്കെ ഫ്രെയിമിൽ പെയിൻറ്റിങ് ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അത് ഒന്ന് പെയിൻറ്റ് ചെയ്തിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ നമ്മളത് സംഭവം പെയിൻറ്റ് ചെയ്തു. അതുപോലെ ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഫ്രെയിം നമ്മൾ ഈ കാണുന്ന പോലെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത സംഭവം പെയിൻറ്റ് ചെയ്തിരുന്നു. പെയിൻറ്റ് ചെയ്താൽ പ്രത്യേകിച്ച് വേറെ ഇഷ്യൂ ഒന്നുമില്ല. എർത്ത് പോയിൻറ്റ് കിട്ടില്ല എന്ന് പലരും പറയും. അപ്പോൾ എർത്ത് പോയിൻറ്റ് വരുന്ന ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ചിരണ്ടി വിട്ടിട്ടാണ് സംഭവം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഗിയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് വണ്ടിയിൽ കംപ്ലീറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പം 1-2 തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ലിങ്കേജ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലാക്ക് ലിങ്കേജ് ഇവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെ ചാടിപ്പോവും. അപ്പോൾ അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇതിന് വരുന്നത് ജസ്റ്റ് ഒരു പ്രസ് ലോക്ക് മാത്രമാണ്. അത് ഓലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ലോക്കായി ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് മോഡിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത്.
അതുപോലെ നമ്മളിതിൻ്റെ ഈ പറഞ്ഞ സ്പോഞ്ചും കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വെൻറ്റിൽ വരുന്ന സ്പോഞ്ചുകളെല്ലാം നമ്മൾ പുതിയതായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഷട്ടറിലൊക്കെ വരുന്ന സ്പോഞ്ചുകൾ പോലും നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ പുതിയ രീതിയിൽ സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം സ്പോഞ്ച് ഇച്ചിരി ഇത് പഴകി ചെല്ലുമ്പോഴത്തേക്ക് ഇത് അടർന്നിങ്ങി പോരും. അപ്പോൾ നമ്മളിത് കറക്റ്റ് വീണ്ടും റീഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ HVAC യൂണിറ്റ് വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കാം, കറക്റ്റ് ഫങ്ഷനിങ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് നിലവിൽ വണ്ടിയിലെടുത്ത് വെച്ചേക്കാണ്. ഡാഷ്ബോർഡ് കയറ്റി വെക്കുന്നതിനേക്കാളും മുന്നേ നമ്മളിത് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഡാഷ്ബോർഡ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് കംപ്ലയിൻ്റ് ആയെങ്കിൽ 8ൻ്റെ പണിയാണ്, വീണ്ടും ഇതെല്ലാം ഊരിയെടുക്കണ്ടേ. അപ്പോൾ ഈ ഒരു AC യൂണിറ്റിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബ്ലാക്ക് ലിങ്കേജ് ആണ് നമ്മൾ ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള പാർട്സ് തന്നെയാണ്, ജെന്യൂൻ ആയിട്ടുള്ള ഗിയേഴ്സ് തന്നെയാണ് മാറിയിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഈ സംഭവം ഒരു പ്രസ് ലോക്കിലാണ് നിൽക്കുന്നത്. ആ പ്രസ് ലോക്ക് കീടായി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സീറ്റായിട്ട് നിൽക്കത്തില്ല. ഇത് പുറത്തേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് ചാടിപ്പോരും. നമ്മളൊരു നട്ടും ബോൾട്ടൊക്കെ വെച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ 2-3 വാഷറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സംഭവം പക്ക പെർഫെക്റ്റ് ആണ്. ഈ ഒരു മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു HVAC യൂണിറ്റ് കംപ്ലീറ്റ് മാറേണ്ടി വന്നിരുന്നേനെ. ഇനിയിപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് മൂവ് ആവുന്നുണ്ടോ എല്ലാ ഗിയേഴ്സും ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ കാണുന്ന കണക്ക് സംഗതി മൂവ് ആവുന്നുണ്ട്, പ്രോപ്പറായിട്ട് എല്ലാ ഡയറക്ഷനിലേക്ക് സംഗതി തിരിയുന്നുണ്ട്, ഷട്ടറുകളും കറക്റ്റായിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ആകുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോ ഡയറക്ഷനും സ്വിച്ച് ഉപയോഗിച്ച് മാറ്റി ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് മാറി വരുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് ഓരോ ഡയറക്ഷനും നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഷട്ടറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാം. ഷട്ടർ കറക്റ്റായിട്ട് മാറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ട് തന്നെ ഓരോ ആംഗിളിലേക്ക് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. എയറിൻ്റെ ഫ്ലോ ഓരോ മോഡ് ഇടുമ്പോഴത്തേക്ക് അതനുസരിച്ച് എയറിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. നേരത്തെ ഇത് സംഭവം ഷട്ടർ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്നിട്ട് സ്റ്റക്കായി പോകും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഷട്ടറുകൾ സ്റ്റക്കായി പോകുമ്പം എയർ മറ്റ് പല പാസേജിലൂടെ എസ്കേപ്പ് ആകുകയും നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ പ്രോപ്പറായിട്ട് തണുക്കാതെ വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത് എല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ചെക്ക് ചെയ്യേണ്ടത് വിൻഡ്ഷീൽഡിലേക്ക് മിസ്റ്റ് പിടിക്കുന്ന ആ ഒരു പ്രശ്നം, ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ആയിട്ടുണ്ടോ, അത് സോൾവ് ആയിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മുന്നേ ഇതിനകത്തുണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ ഏതൊരു മോഡ് സെലക്ട് ചെയ്താലും കണ്ടിന്യൂസ് വിൻഡ്ഷീൽഡിലേക്ക് എയർ എസ്കേപ്പായി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിൻഡ്ഷീൽഡ് എപ്പോഴും മിസ്റ്റ് പിടിച്ച് പോകുമായിരുന്നു. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ആ ഒരു ഷട്ടർ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ആ ഷട്ടർ പാർഷ്യലി ഓപ്പൺ ആയിട്ട് ഇരുന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മോഡ് മാറ്റുമ്പം കറക്റ്റ് ആ ഷട്ടർ പ്രോപ്പറായിട്ട് ഇതിനകത്ത് കാണുന്ന പോലെ ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു എയറിൻ്റെ ഫ്ലോ അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഷട്ടർ ഓപ്പൺ ആൻഡ് ക്ലോസ് ആകുന്നതനുസരിച്ച് നമുക്ക് ആ എയറിൻ്റെ ഫ്ലോ വരുന്നത് ആ ഒരു സൗണ്ട് നമുക്ക് കറക്റ്റ് ഇതിനകത്ത് മൈക്കിനകത്ത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് മീൻസ് സംഭവം ഇവിടെ നമ്മൾ സോൾവ് ചെയ്തു. ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇനി വിൻഡ്ഷീൽഡിലേക്ക് ഒരിക്കലും എയർ വരത്തില്ല, അതായത് വിൻഡ്ഷീൽഡിൽ ഇനിയും മിസ്റ്റ് പിടിക്കത്തില്ല. അടുത്തതായി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഹീറ്റ് ആൻഡ് കോൾഡ് സ്വിച്ച് ആണ്. അതായത് നമുക്ക് ഈ കാണുന്ന റെഡും ബ്ലൂ ലൈനുള്ള ഹീറ്റ് ആൻഡ് കോൾഡ് സ്വിച്ച് നമുക്ക് കോൾഡ് കണ്ടീഷനിലേക്കും ഹീറ്റിലേക്കും മാറ്റാനുള്ള സ്വിച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ലിങ്കേജസ് പ്രോപ്പറായിട്ട് മൂവ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് കാണാം. പിന്നെ അത് ഈ കാണുന്ന പോലെ ലിങ്കേജസ് കറക്റ്റായിട്ട് ഹീറ്റ് ആൻഡ് കോൾഡിലേക്ക് കറക്റ്റ് മാറുന്നുണ്ട്. മുന്നേ ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഷട്ടറുകളിൽ വരുന്ന സ്പോഞ്ചും പീസെല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് അതിലും വഴി ഹോട്ട് എയർ കോൾഡ് എയറിൻ്റെ കൂടെ മിക്സ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു കാരണമാണ് നമുക്ക് AC യുടെ കൂളിംഗ് കുറഞ്ഞു പോകാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഈ രണ്ട് മേജർ ഇഷ്യൂസ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ AC നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്ക് ചെയ്ത് തീർത്തതിന് ശേഷം നമ്മൾ ഡാഷ്ബോർഡ് ഫിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ ഈ ഒരു ഓപ്പൺ കണ്ടീഷനിൽ തന്നെ വെച്ച് പലവട്ടം ഇതിൻ്റെ ഓരോ മോഡ്സ് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഡാഷ്ബോർഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു HVAC നമ്മൾ മാറാണ്ട് തന്നെ 5-6 കൊല്ലം ഇത് ഓടിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് AC-യുടെ സംബന്ധമായ കുറച്ച് അപ്ഡേറ്റ്സ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ HVAC യൂണിറ്റ് ഇതുപോലെ നമുക്ക് വീണ്ടും കണ്ടീഷൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. തീരെ രക്ഷയില്ലെങ്കിൽ മാത്രം മാറേണ്ടതായിട്ട് വരികയുള്ളൂ. ചില കമ്പനികളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം വെറീറ്റോയ്ക്ക് ഇത് കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ലോഗൻ വെറീറ്റോയ്ക്ക് കുറച്ച് പഴക്കം ചെന്ന 1 വർഷത്തിനുള്ളിൽ തന്നെ പല വണ്ടികളും ഇപ്പം മാനുവൽ കൺട്രോൾ, ഇപ്പം എൻ്റെ വണ്ടി D4 ആണ്, ഇതിൽ മാനുവൽ കൺട്രോളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു 1 ഇയർ 2 ഇയറിനുള്ളിൽ തന്നെ ഈ സംഭവം കേടുവരുന്നുണ്ട്. D6 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 4 ഇയർ 5 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സംഭവം കറക്റ്റ് വർക്ക് ഫംഗ്ഷൻ ചെയ്തില്ല, സ്റ്റക്കാവും, അല്ലെങ്കിൽ എയർ പലയിടത്തുനിന്നും എസ്കേപ്പ് ആയി പോകുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ചില ബ്രാൻഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ചില പണികൾ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കി വയ്ക്കും. അപ്പോൾ നമ്മളത് പിന്നെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം. അതുപോലെയാണ് ചില പരിപാടികളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും
പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.